യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ട് പോവാം. ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു യു ഓർ മീ കപ്പിൾ ചാലഞ്ച് ആയിട്ടാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഇങ്ങനെ 2 കാർഡ്ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേര് ഇത് ഷാഫി, ഒരു സൈഡ് റൗഫിയ എന്നൊക്കെ എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഇങ്ങനെ പേപ്പേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഓരോന്നെടുത്ത് നമുക്ക് നോക്കാം. അങ്ങനെയല്ല പറയണ്ട, എന്താ പറയണ്ട. അപ്പൊ അതിന് ഓരോന്നെടുത്തിട്ട് നമുക്ക് അതിന് ഓരോന്നെടുത്തിട്ട് നമുക്ക് തുറന്നങ്ങനെ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം ഗായ്സ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. പറഞ്ഞേ. ഓക്കെ ഹായ്. അപ്പൊ സെറ്റ് അല്ലേ കേക്കാം? സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതേ കുഞ്ഞാറ്റ് ആദ്യം ഒരു പേപ്പർ എടുത്ത് തരാൻ പോണേണ്. എടുത്താ ഉമ്മിക്കാം? വേണ്ട വേണ്ട, ഉമ്മിക്ക് മാത്രം. അടിപൊളി. ആർക്കാണ് ഏറ്റവും കൂടുതൽ മടി എന്നാണ്. ഞാൻ കാര്യം പറയാം. കാരണം മടി എന്ന് പറയാൻ കാര്യം രാവിലെ വിളിച്ച് എണീക്കൂല. എല്ലാ സാധനങ്ങള് അവിടെ ഇവിടെ കിട്ടി വെറുതെ ഇങ്ങനെ ഭയങ്കര മടിയാണ്. ഭയങ്കര മടിയാണ്. എനിക്ക് എന്താ മടി പറ. എനിക്ക് എന്താ മടി? മടിയുടെ ഒറ്റ കേസ് പറയാം. എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകണം പറയും 6 മണിയാകുമ്പോ. അപ്പൊ അതാണ് ഒന്നാമത്തെ മീൻ കാര്യം. പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ ഞാനത് ആകെ ഒരെണ്ണം പറയുമ്പോ ഓക്കെ. അത് ഞാൻ 2 പേരെ പകുതി കണ്ടിരിക്കണം. 2 പേരെ ഞാൻ 2 പേരെ മതി മതി മതി. ഞാൻ അടുത്തത് വാപ്പിക്ക് കൊടുക്കും. മൊബൈൽ അഡിക്റ്റ്. ഞാൻ കാണിച്ചോ. 2 പേരും ഞാൻ പറയും. കാരണം 2 പേരും ഞാൻ കുറെ വെബ് സീരീസ് കാണുന്ന ആളാണ്. അപ്പൊ 2 പേരുണ്ട് കേട്ടോ. ഇക്കാക്കയും ഏകദേശം മൂവീസൊക്കെ കണ്ടിരുന്നതിനാ എന്താണ് നമ്മൾ പിടിച്ച് ഇടിച്ചാൽ പോലും അറിയില്ല, അത്രയും അഡിക്റ്റ് ആണ്. മൊബൈൽ അഡിക്റ്റ് ആണ്. കാണിച്ചേ. മണി. ആരാണ് കൂടുതൽ പൈസ ചെലവാക്കണത്? അത് അതിക്കാക്കേണ്ട ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കണം. ഞാൻ പക്ഷെ ഇഷ്ടമാണെങ്കിലും പൈസ നോക്കിയിട്ട് ഞാൻ എടുക്കുള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരാളാട്ടെ. പൈസ ഇഷ്ടപ്പെട്ട ആ സാധനം ഞാൻ ശരി. അടുത്തത് ദുവപ്പിണങ്ങി പോയിട്ടുണ്ട് കേട്ടോ. കുരുട്ട് ബുദ്ധി. കുരുട്ടുബുദ്ധി അത്യാവശ്യത്തിന് വേണം, അല്ലെങ്കിൽ ജീവിതം മുമ്പോട്ട് പോവില്ല. എന്നെ എപ്പോഴും കളിയാക്കലാണ് എനിക്ക് ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞ്. അതൊക്കെയാണ് കുരുട്ടുബുദ്ധി. അടുത്തേക്കാണ് എടുത്തോ. ടോക്കിറ്റീവ്, ഒരുപാട് സംസാരിക്കണം. കാണിക്കട്ടെ. ഞാനുണ്ട് ഒരുപാട് സംസാരിക്കണത്. ഇതൊരു ഇതില്ലല്ലോ പറയണതൊന്നും. ഞാനുണ്ട് ഒരുപാട് സംസാരിക്കണത്. ഇക്കാകാന ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ആളാണ്. ഇക്കാക്കയാണ് കുറച്ച് സംസാരിക്കണത്. എന്തുദ്ദേശത്തിലാ മോന്റെ പേര് പറഞ്ഞത്? അതിന്റെ കാരണം എന്താ പറയേ. ഞാനധികം സംസാരിക്കും. വെറുതെ പറഞ്ഞിട്ട് ഞാനാണ് കൂടുതൽ സംസാരിക്കണത്. ഇനി ദുവ എടുക്കും. വേണ്ട അവിടെ അതാ നല്ലത്. പൊസസീവ്. ആരാണ് കൂടുതൽ പൊസസീവ് എന്നാണ് ചോദിച്ചേക്കണം. ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ സമ്മതിച്ചേരാം. ഞാനാണ് കൂടുതൽ പൊസസീവ്. കാരണം പറയണോ? കാരണം ഞങ്ങളുടെ പറയണ്ട. അടുത്തത് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് കൂടുതൽ ഇക്കാക്കാണ്ട്. എനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെന്നാലും ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഛർദിൽ അങ്ങനത്തെ ടെൻഡൻസി കാര്യങ്ങളുള്ള കാരണം ഇക്കാക്കാണ് കൂടുതലും ഇഷ്ടം. എനിക്കും ഇഷ്ടമാണ്. ഇക്കാടൊപ്പം നടന്നിട്ട് എനിക്ക് ഇഷ്ടമാണ്. അടുത്തത് ഫുഡി. ഇപ്പത്തെ കാര്യമാണെങ്കിൽ എന്റെ നോക്കാണ്ട് തന്നെ കാണിക്കില്ല.
ഇപ്പത്തെ കാര്യമാണ് ഞാനാണ് കേട്ടോ. ഇപ്പൊ സ്കൂളിൽ ഫുഡ് അടിക്കണത് കാണിക്കോ. അല്ല ഞാൻ ഫുഡ് അടിക്കും. ഇക്കാക്ക് അടിക്കും, പക്ഷെ ഇക്കാക്ക് ഇപ്പൊ ഡയറ്റിലാണ്. പക്ഷെ ഇപ്പൊ നിലവില് ഞാനാണ് ഫുഡ് കിട്ടാ. ദുവാട്ടോ ദുവ കാണിക്കും. വഴക്കാളി അത് ഞാൻ കാണിക്കും. എന്റെ നോക്കാണ് കാണിക്കട്ടാ. വഴക്കാളി നോക്കി. അത് ഞാൻ തന്നെ വഴക്കാളി ഞാൻ തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും റൗഫിയാണ് വഴക്കാളി. ഭയങ്കര വഴക്ക്. വെറുതെ കാരണമൊന്നുമില്ല, വെറുതെ പിണങ്ങി പോകും. ഞാൻ തന്നെയാണ് സമ്മതിച്ചെന്ന്. പാവം ആരപ്പാവോന്ന് ഞാൻ കാണിക്കാട്ടാ. അയ്യോ സോറി. പാവമായിട്ടുള്ള ആരും പറയാം. ഭയങ്കര പാവമാണ്. കുർട്ടൂതിയൊക്കെ ഉണ്ടെങ്കിൽ ആള് പാവമാണ്. അൺറൊമാൻറ്റിക്. ഞാൻ 100% ഒപ്പിട്ടേ ഈ മുതലാണ് അൺറൊമാൻറ്റിക് അല്ലേ? റൊമാൻറ്റിക് ആവാൻ സമയം കിട്ടാറില്ല. റൊമാൻറ്റിക് ആയി വരുമ്പോ പിണങ്ങി പോകും. പിന്നെ റൊമാൻറ്റിക് ആവാൻ സമയം. അടുത്തത് ഞാൻ തള്ളിസ്റ്റ് ഇത് തന്നെയുണ്ട്. ഇത് തന്നെയാണ്. അയ്യോ ഇക്കാക്കുണ്ട് തള്ളിസ്റ്റ്. കൂടുതൽ തള്ളടിക്കാൻ ഇക്കാക്കുണ്ട്, ഞാനല്ല കേട്ടോ. ശരിയാക്കി തരാം. ഇപ്പൊ അങ്ങനെ ശരിയാക്കി തരാം. കലിപ്പ്, ദേഷ്യം രണ്ടുപേർക്കും ഏകദേശം അല്ലേ? ഇക്കാക്കുണ്ട് എനിക്കുണ്ട് കോമൺ. പിന്നെ റെഡി ആവാൻ ടൈം എടുക്കണത് ഞാൻ തന്നെയാണ്. ചുമയുണ്ട ഗൈസ്. അത് നോർമലി പെണ്ണുങ്ങൾക്കുള്ളൊരു സംഭവമുള്ളൂ. എന്ത് ഒരു സ്ഥലത്ത് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ റെഡി ആവാന്നുള്ളത്. കോംപ്രമൈസ്. നിലവിൽ കോംപ്രമൈസ് ഞാനാണ്. കള്ളം പറയില്ല. കാരണം ആദ്യമൊക്കെ ഇക്കാക്കാണ് ഞാൻ സമ്മതിച്ചു. ഇക്കാകെ കോംപ്രമൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഇക്കാകെ നല്ലൊരു ഇക്കാകെ വല്ലോടത്തോട്ട് ഇക്കാകെ ഒരു കൂസലുമില്ല. ഞാനാണ് ഇപ്പൊ കോംപ്രമൈസ്. ഉറക്കം തോന്നി കാണിക്കോ. സമ്മതിച്ചു. ഉറക്കത്തിന്റെ ആളാണ്. അങ്ങനെ അല്ല കേട്ടാ. നമുക്കിപ്പൊ അതെല്ലാം ഒത്തിരി ഉറക്കമുണ്ട്. സപ്പോർട്ടിങ് കൂടുതൽ. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് അത്യാവശ്യം ഇത് സംസാരിക്കാൻ പറ്റുള്ള ചുമ സപ്പോർട്ടീവ് ആണ് അല്ലേ? പിന്നെന്താ, അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കട്ട് കൊണ്ട് നിൽക്കണം. വീണ്ടും ഒരു കിടിലം വീഡിയോ ഞാൻ വരുന്നവരെ ബൈ ബൈ. അപ്പൊ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാ, ഞങ്ങളുടെ ഈ ചാലഞ്ച് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണം അല്ലേ?